മല്ലപ്പള്ളി ടൗണിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകൾ മുഴുവൻ മിഴിയടച്ചു. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിലാണ് 2 ഘട്ടമായി മല്ലപ്പള്ളി ടൗണിൽ ക്യാമറ സ്ഥാപിച്ചത്. മല്ലപ്പള്ളി ടൗണിൽ നോക്കുന്നിടത്തെല്ലാം ക്യാമറകളാണ്. പക്ഷേ ആവശ്യത്തിന് ഉപകരിക്കാൻ ഒരു ക്യാമറ പോലും ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് റെജി സാമുവൽ മല്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ടൗണിൽ ആദ്യമായി ക്യാമറ സ്ഥാപിച്ചത്. ഇത് 6 മാസം കൃത്യമായി പ്രവർത്തിച്ചു. ക്യാമറ ദൃശ്യങ്ങൾ കാണാൻ LED TV ഉൾപ്പെടെ സ്ഥാപിച്ചത് മല്ലപ്പള്ളി CI ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. പോലീസുകാർക്ക് ഈ ക്യാമറ ഏറെ ആശ്വാസകരമായിരുന്നു. ഈ സമയം മല്ലപ്പള്ളി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണവും കുറവായിരുന്നു. അന്യനാട്ടിൽ നിന്ന് മോഷണം നടത്തി ഇതുവഴി കടന്നുപോയവരെ പോലും ഈ ക്യാമറയുടെ സഹായത്താൽ പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നു. മാത്രമല്ല, സാമൂഹ്യ വിരുദ്ധരെയും അക്രമികളെയും പിടികൂടാനും ഈ ക്യാമറകൾ ഉപകരിച്ചിരുന്നു. എന്നാൽ ആ ക്യാമറകളുടെ ആയുസ്സും വളരെ പെട്ടെന്ന് നിലച്ചു. ആ ക്യാമറകളെ നോക്കുകുത്തിയായി നിർത്തി കഴിഞ്ഞ വർഷം ഗ്രാമപഞ്ചായത്ത് വീണ്ടും ക്യാമറകൾ സ്ഥാപിച്ചു. അതും ഇപ്പോൾ കേടായി കിടക്കുകയാണ്. കഴിഞ്ഞിടെ മല്ലപ്പള്ളിയിലെ പൊതുപ്രവർത്തകനായ പുഷ്കരന്റെ കുറെ പണം മല്ലപ്പള്ളി ടൗണിൽ വെച്ച് നഷ്ടപ്പെട്ടു. ആ പണം കൊണ്ടുപോയ ആളുകളുടെ വണ്ടി നമ്പർ തപ്പാൻ പഞ്ചായത്തിൽ പുഷ്കരൻ ചെന്നപ്പോഴാണ് ക്യാമറ കണ്ണടച്ച വിവരം പുറം ലോകം അറിയുന്നത്. മല്ലപ്പള്ളി ടൗണിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നുള്ള പരാതി ഇന്നും ഇന്നലെ ഉണ്ടാകുന്നതല്ല. കാരണം മല്ലപ്പള്ളി താലൂക്ക് ആസ്ഥാനമാണ്. താലൂക്ക് ആസ്ഥാനമായ മല്ലപ്പള്ളിയിൽ ഒരു എന്ത് കുറ്റകൃത്യങ്ങൾ നടന്നാൽ പോലും അല്ലെങ്കിൽ ഒരു അപകടം ഉണ്ടായാലും എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നെയും നമുക്ക് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ടൊരു ക്യാമറ അവിടെ ഇല്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നേരത്തെ ക്യാമറയൊക്കെ പഞ്ചായത്തിൻ്റെ പണം മുടക്കിൽ ക്യാമറ അവിടെ വെച്ചിരുന്നു. അത് എത്ര ദിവസം വർക്ക് ചെയ്തു എന്നുള്ളത് പോലും നമുക്കറിയത്തില്ല. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ, കാരണം ഒരൊറ്റ വ്യാപാര സ്ഥാപനങ്ങളിലെയും ക്യാമറകൾ, കാരണം നമുക്കത് അവകാശപ്പെടാൻ പറ്റത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്യാമറ വയ്ക്കുന്നത്. അതെല്ലാം അവരുടെ ബിസിനസ് സ്ഥാപനത്തിനകത്ത് തന്നെ നിൽക്കത്തക്ക വിധത്തിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പഞ്ചായത്തിൻ്റെ പണം മുടക്കി വീണ്ടും മാർക്കറ്റ് ജംഗ്ഷനിലും മറ്റുമായിട്ട് ക്യാമറ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആക്സിഡൻറ്റിൽപ്പെട്ട ആളിനെ സഹായിക്കാൻ പോയ വിധത്തിൽ എൻ്റെ കുറച്ച് പണം നഷ്ടപ്പെട്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ആക്സിഡൻറ്റ് പറ്റിയ ആൾ എൻ്റെ വണ്ടി നമ്പർ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിനെ സമീപിച്ച് പഞ്ചായത്തിൻ്റെ ക്യാമറയിൽ നിന്നും വിഷ്വൽ കിട്ടും എന്നുള്ള കണക്കൂട്ടിൽ ചെന്നപ്പോഴാണ് അത് കംപ്ലൈൻ്റായിട്ട് കിടക്കുന്നത്. നമുക്കിതൊരു ഏറ്റവും ഒരു പോരാഴിയാണ്. മല്ലപ്പള്ളിയിൽ എന്ത് സംഭവം നടന്നാലും അത് നമുക്കൊന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു മാർഗ്ഗവുമില്ല. അതുകൊണ്ട് അടിയന്തരമായി അതിനുള്ളൊരു പരിഹാരം ഉണ്ടാവണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് നമുക്ക് വെക്കുന്നത്. സാങ്കേതിക വിധികൾ മനസ്സിലാക്കാതെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഓരോ സമയത്തിരിക്കുന്ന ഭരണാധികാരികൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് പൊതുജനത്തിന്റെ പണമാണ് നഷ്ടമാകുന്നത്. മല്ലപ്പള്ളി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനാണ് പഞ്ചായത്ത് ക്യാമറ സ്ഥാപിച്ചത്. മാലിന്യം തള്ളുന്നവരിൽ നിന്ന് പിഴ ഈടാക്കി ചിലവായ തുക കണ്ടെത്തുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിരുന്നത്. എന്നാൽ ക്യാമറ സ്ഥാപിച്ച ഭരണാധികാരികൾ പടിയിറങ്ങും മുമ്പേ ക്യാമറയുടെ മിഴിയടച്ചു.